ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ്, കമ്പനി ബോർഡ് LGS, വെബ് കോൾ ലേഡി, VFA പോലുള്ള എക്സാംസിനുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇതിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ദൃഷ്ടിപടലം, രക്തപടലം, പ്യൂപ്പിൾ, കോർണിയ. ദൃഷ്ടിപടലം, രക്തപടലം, പ്യൂപ്പിൾ, കോർണിയ. ഇതിലേതാണ് കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി? നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വീഡിയോ വീണ്ടും ഓൺ ചെയ്ത് ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദൃഷ്ടിപടലം. ദൃഷ്ടിപടലമാണ് കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിവയാണ് കണ്ണിലെ പാളികൾ. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം. ദൃഢപടലം എന്നാൽ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറത്തിലുള്ള ബാഹ്യപാളി, പുറത്തുള്ള പാളിയാണ് ദൃഢപടലം. യോജക കലകളാൽ നിർമ്മിതമാണ്. ഇത് യോജക കല കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോർണിയ, കൺജങ്ക്റ്റൈവ എന്നിവ ദൃഢപടലത്തിൻ്റെ ഭാഗമാണ്. ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയ, കൺജങ്ക്റ്റൈവ എന്നത്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നതാണ് മധ്യപാളി അല്ലെങ്കിൽ രക്തപടലം. രക്തപടലം അല്ലെങ്കിൽ മധ്യപാളി എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് രക്തക്കുഴലുകൾ കാണപ്പെടുന്നതാണ് മധ്യപാളി അല്ലെങ്കിൽ രക്തപടലം എന്ന് പറഞ്ഞാൽ. ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സീലിയറി പേശികൾ എന്നിവയാണ് രക്തക്കുഴലുകളിൽ ഉൾപ്പെടുന്നത്. ഏതാണ് രക്തപടലത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സീലിയറി പേശികൾ എന്നിവയാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലം എന്നാൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ്. പീതബിന്ദു, അന്തബിന്ദു, നേത്രനാഡി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ദൃഷ്ടിപടലത്തിലാണ്. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗവും സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് കോർണിയയിലാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് കോർണിയയാണ്. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്താൽ സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നു. മെലാനിൻ എന്താണ്? ഒരു വർണ്ണവസ്തുവാണ്. അതിൻ്റെ സാന്നിധ്യം കാരണമാണ് ഐറിസിന് ഇരുണ്ട നിറം കിട്ടുന്നത്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ഇവരുടെ വലിപ്പം എന്താണ്? കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ബന്ധം ഇല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻസ് ഉണ്ട്. പ്രോട്ടീസ്, ലിപ്പേസ്, പെപ്സിൻ, ട്രിപ്സിൻ. ഇതിലേതാണ് തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധം ഇല്ലാത്തത്? ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിപ്പേസ് ആണ്. ലിപ്പേസ് ആണ് തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധം ഇല്ലാത്തത്. ശരീര നിർമ്മാണത്തിന് സഹായിക്കുന്ന മാംസ്യം ജീവിതകാലം മുഴുവൻ ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡുകൾ ലഭ്യമാക്കുന്നു. ശരീര നിർമ്മാണത്തിന് സഹായിക്കുന്ന മാംസ്യം ജീവിതകാലം മുഴുവൻ ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡുകൾ ലഭ്യമാക്കുന്നു. അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡുകളുടെ കൂട്ടം ചേർന്നിട്ടാണ്. മാംസ്യം ഇരുമ്പിൻ്റെ സഹായത്തോടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നു. മാംസ്യം ഇരുമ്പിൻ്റെ സഹായത്തോടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നു. ശരീരത്തിൽ ഓക്സീകരണത്തിനും ജലം നിലനിർത്തുന്നതിനും പ്ലാസ്മ പ്രോട്ടീനിലെ ഗ്ലോബുലിനും ആൽബുമിനും സഹായിക്കുന്നു. ശരീരത്തിൽ ഓക്സീകരണത്തിനും ജലം നിലനിർത്തുന്നതിനും പ്ലാസ്മ പ്രോട്ടീനിലെ ഗ്ലോബുലിനും ആൽബുമിനും സഹായിക്കുന്നു. പെപ്സിൻ, ട്രിപ്സിൻ തുടങ്ങിയ എൻസൈമുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളെ എത്തിക്കുന്നതാണ് മാംസ്യമാണ്. പെപ്സിൻ, ട്രിപ്സിൻ തുടങ്ങിയ എൻസൈമുകൾ
ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ അടിസ്ഥാന ഘടകങ്ങളെ എത്തിക്കുന്നത് മാംസ്യമാണ്. ഇൻസുലിൻ, തൈറോക്സിൻ തുടങ്ങിയ ഹോർമോണുകൾ മാംസ്യപ്രകൃതമാണ്. മാംസ്യപ്രകൃതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചാൽ ഇൻസുലിൻ, തൈറോക്സിനൊക്കെ ഉൾപ്പെടുന്നു. ശരീരത്തിലെ ദഹനരസങ്ങളും ആൻറ്റിബോഡികളും മാംസ്യമാണ്. ശരീരത്തിലെ ദഹനരസങ്ങളും ആൻറ്റിബോഡികളും എല്ലാം മാംസ്യമാണ്. കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും കുറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് മാംസ്യമാണ്. കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഊർജം നൽകുന്നത് ആരാണ്? മാംസ്യമാണ്. പേശികളുടെ സങ്കോചനത്തിന് ആവശ്യമായ മാംസ്യമാണ് ആക്റ്റിനും മയോസിനും. ആക്റ്റിനും മയോസിനും പേശികളുടെ സങ്കോചനത്തിന് ആവശ്യമായ മാംസ്യങ്ങളാണ്. മാംസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പാൽ, ഇറച്ചി, മീൻ, മുട്ട എന്നിവ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? മാംസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് പാൽ, ഇറച്ചി, മുട്ട, മീൻ എന്നിവയൊക്കെ. രണ്ടാം സ്ഥാനത്തുള്ളത് ആർക്കാണ്? ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളുമാണ്. രണ്ടാം സ്ഥാനം ആർക്കാണ്? ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളുമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ, പള്ളത്തു രാമൻ, വാഗ്ഭടാനന്ദൻ. ഇതിലാരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി ആണ്. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. തിരുവിതാംകൂറിലും മലബാറിലുമാണ് 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. പ്രധാന പ്രവർത്തന മേഖല ഏതായിരുന്നു? മലബാർ ആയിരുന്നു പ്രധാന പ്രവർത്തന മേഖല. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വാതന്ത്ര്യ ചിന്താമണി. സ്വാതന്ത്ര്യ ചിന്താമണി 1921 വാഗ്ഭടാനന്ദൻ എഴുതിയത്. അത് ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് അറിയപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? ആത്മവിദ്യയാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളം. അഭിനവ കേരളമാണ് സംഘത്തിൻ്റെ മുഖപത്രം. 1921 കോഴിക്കോട് നിന്നാണ് ഈ വാരിക ആരംഭിച്ചത്. കോഴിക്കോട് നിന്ന് 1921 അഭിനവ കേരളം എന്ന വാരിക ആരംഭിച്ചത്. ഈ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനവും കോഴിക്കോട് വെച്ച് തന്നെ ആയിരുന്നു. ഉണരുവിൻ അഖിലേശനെ, സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ തീർപ്പിൻ എന്നത് അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇതൊക്കെയൊന്ന് വായിച്ചൊക്കെ വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിലൊക്കെ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ പോയിൻറ്സും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടായാലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക. ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം. ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം. അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1929 സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ 1923 പുന്നപ്രയിൽ ആത്മവിദ്യാ മഹോത്സവം നടന്നു. ആത്മവിദ്യാ മഹോത്സവം എവിടെയാണ് നടന്നത്? പുന്നപ്രയിലാണ് നടന്നത്. ഏത് വർഷമാണ്? 1923 നടന്നത്. മതപരിഷ്കരണം, അന്ധവിശ്വാസങ്ങൾ, അർദ്ധശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം, സ്ത്രീ പുരുഷ സമത്വം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ സംഘത്തിന് ലക്ഷ്യങ്ങളായിരുന്നു. സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മതപരിഷ്കരണം, അന്ധവിശ്വാസങ്ങൾ, അർദ്ധശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്ക് എതിരെ ബോധവൽക്കരണം, സ്ത്രീ പുരുഷ സമത്വം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയൊക്കെ ആയിരുന്നു. യുക്തിചിന്തയും വിമർശനചിന്തയും ഈ സംഘടന പ്രോത്സാഹിപ്പിച്ചു. യുക്തിചിന്തയും വിമർശനചിന്തയും ഈ സംഘടന പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചാൾസിൻ്റെ നിയമം അനുസരിച്ച് ഏതാണ്? ഒരു തിയറിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വോളിയം താപനിലയ്ക്ക് പരോക്ഷമായി ആനുപാതികമാണ്. വോളിയം താപനിലയ്ക്ക് നേരിട്ട് അനുപാതികമാണ്. വോളിയം സമ്മർദ്ദത്തിന് നേരിട്ട് അനുപാതികമാണ്. വോളിയം സമ്മർദ്ദത്തിന് പരോക്ഷമായി അനുപാതികമാണ്. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ചാൾസിൻ്റെ നിയമം അനുസരിക്കുന്നത്? അല്ലെങ്കിൽ ചാൾസ് ലോ ഏത് ലോയെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വോളിയം താപനിലയ്ക്ക് നേരിട്ട് ആനുപാതികമാണ്. വോളിയം താപനിലയ്ക്ക് നേരിട്ട് ആനുപാതികമാണ്. അതായത് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. വോളിയം താപനിലയ്ക്ക് നേരിട്ട് ആനുപാതികമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. താപനില വ്യാപ്തബന്ധം സൂചിപ്പിക്കുന്നതാണ് ചാൾസ് നിയമം. താപനില വ്യാപ്തബന്ധം, അതായത് ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ചാൾസ് നിയമം. ഇവിടെ ആരാണ് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്? ആരെയാണ്? മർദ്ദം അല്ലെങ്കിൽ പ്രഷറിനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്.
ചാൾസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം, ഒരു നിശ്ചിത മാസുള്ള ഒരു ഗ്യാസിൻ്റെ വോളിയം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. എന്നാൽ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിന് ആ ഒരു വോളിയം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെങ്കിൽ നേരനുപാതത്തിലായിരിക്കും. അതായത് വ്യാപ്തം V എന്നും താപനില T എന്നും സൂചിപ്പിച്ചാൽ V/T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥിരസംഖ്യ ആയിരിക്കുമെന്നാണ് ചാൾസ് ലോ പറയുന്നത്. ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം സൈദ്ധാന്തികമായി 0ലേക്ക് എത്തിച്ചേരുമെന്ന് കരുതുന്ന താപനിലയെ അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം സൈദ്ധാന്തികമായി 0ലേക്ക് എത്തുമ്പോൾ കരുതുന്ന താപനിലയെ അബ്സല്യൂട്ട് സീറോ എന്നാണ് വിളിക്കുന്നത്. വായുവിൽ നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുകയും ബലൂൺ വികസിക്കുകയും ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വോളിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ വോളിയം കൂടുമ്പോൾ, വ്യാപ്തം കൂടുമ്പോൾ താപനിലയും എന്തെയും സ്വാഭാവികമായിട്ടും കൂടും. ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണം ഏത് നിയമത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? ഏത് നിയമമാണ്? ചാൾസ് നിയമമാണ്. എന്താണ് ചാൾസ് നിയമത്തിൽ പറയുന്നത്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസമുള്ള വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരാനുപാതത്തിലായിരിക്കും. അത്രയും ഓർക്കാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി ആര്? എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി ആര്? 4 ഓപ്ഷൻസ് ഉണ്ട്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, രാമകൃഷ്ണപിള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ. 4 ഓപ്ഷൻസിൽ ഏതായിരിക്കും ആൻസർ? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഗസ് ചെയ്തോ? ആൻസർ പറയട്ടെ. ആൻസർ ഓപ്ഷൻ സി ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് നമ്മുടെ ആൻസർ. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി. 1905 ജനുവരിയിൽ വക്കം ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. ആരാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്? വക്കം ഖാദർ മൗലവിയാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1905 ജനുവരിയിലാണ് സ്ഥാപിച്ചത്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നതായിരുന്നു പത്രത്തിൻ്റെ ആപ്തവാക്യം. ഈ ആപ്തവാക്യങ്ങളൊക്കെ നോക്കി വയ്ക്കണം കേട്ടോ. ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ. പിന്നീട് ഈ പത്രാധിപത്യം രാമകൃഷ്ണപിള്ള ഏറ്റെടുത്തു. എന്നാണ് 1906 ഒരു വർഷം കഴിഞ്ഞിട്ട് രാമകൃഷ്ണപിള്ള എന്ത് ചെയ്തു? ഈ പത്രാധിപത്യം അങ്ങ് ഏറ്റെടുത്തു. സ്വദേശാഭിമാനിയിലൂടെ ഭരണവ്യവസ്ഥയെ വിപ്ലവാത്മകമായി വിമർശിച്ചിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തി. എന്നാണ് തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്? 1910 സെപ്റ്റംബർ 26 നാടുകടത്തിയത്. വിദേശ വാർത്തകൾക്കായി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോട്ടിയേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ പത്രമാണ് സ്വദേശാഭിമാനി. നോട്ട് ചെയ്ത് വെക്കുക. വിദേശ വാർത്തകൾക്കായി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോട്ടിയേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. 4 ഓപ്ഷൻസ് ഉണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, ഗോണാഡുകൾ. ഇതിലേതാണ് T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി? ആൻസർ ഓപ്ഷൻ ബി ആണ്. തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥിയാണ് T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്നതാണ് തൈമസ് ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്നതാണ് തൈമസ് ഗ്രന്ഥി. മനുഷ്യൻ്റെ ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന തൈമസ് ഗ്രന്ഥി പ്രായപൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. അതായത് മനുഷ്യൻ്റെ ശൈശവഘട്ടത്തിൽ വളരെയധികം സജീവമായിട്ടാണ് ഈ ഒരു ഗ്രന്ഥി പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ഏജ് കൂടി വരുന്തോറും ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ ആ ഒരു ആക്റ്റീവ്നെസ് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് ഇതിന് എന്തെന്നറിയപ്പെടുന്നു? യുവത്വ ഹോർമോൺ എന്നാണ് തൈമസ് ഗ്രന്ഥിയെ അറിയപ്പെടുന്നത്. അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ.
തൈമോസിൻ എന്നത് എന്താണ്? യുവത്വ ഹോർമോൺ, അതായത് തൈമസ് ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അത് എന്തെന്നറിയപ്പെടുന്നു? യുവത്വ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടുത്തലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ധർമ്മം. ഗ്രന്ഥിയുടെ തകരാറുകൾ ടി സെല്ലുകൾ കുറയ്ക്കാനും അതുവഴി രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനും സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾക്കും കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപവൽകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപവൽകൃതമായത്. ആ സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോടാണോ? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് തോവാള, അഗസ്തീശ്വരം, വിളവൻകോട്, തിരുവട്ടാറാണോ? ഓപ്ഷൻ സി എന്ന് പറയുന്നത് തോവാള, തിരുവട്ടാർ, കൽക്കുളം, വിളവൻകോടാണോ? ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, തിരുവട്ടാറാണോ? ഇതിലേത് ഓപ്ഷനിലാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞ്. ഇത് ആകെപ്പാടെ ഒരു കൺഫ്യൂസിങ് ആവുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഏതൊക്കെയാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തിരുക്കൊച്ചിയിൽ രാഷ്ട്രപതി ഭരണം നിലനിൽക്കവെയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 തെക്കൻ താലൂക്കുകളും, ശ്രദ്ധിക്കുക ഇത് 4 ഏതാണ്? തെക്കൻ താലൂക്കുകളാണ്. അതുപോലെ ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും തിരുക്കൊച്ചിയിൽ നിന്ന് വേർപെടുത്തി മദ്രാസ് സംസ്ഥാനത്തോട് ചേർത്തു. അതാണ് മദുരാശി എന്ന് ഉദ്ദേശിച്ചത്. മലബാർ ജില്ലയും തെക്കൻ കനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ശേഷിച്ച തിരുക്കൊച്ചിയോട് ചേർക്കപ്പെട്ടു. മലബാർ ജില്ലയും തെക്കൻ കനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ശേഷിച്ച തിരുക്കൊച്ചിയോട് എന്ത് ചെയ്തു? ചേർക്കപ്പെട്ടു. 1956 നവംബർ 1 ഐക്യ കേരളം യാഥാർത്ഥ്യമായി. ആ സമയത്ത് സംസ്ഥാനത്തിൻ്റെ തലവനായി രാജപ്രമുഖന് പകരം ഗവർണറാണ് നിയമിതനായത്. രാജപ്രമുഖന് പകരം ആരാണ്? ഗവർണറാണ് നിയമിതനായത്. കേരളം രൂപം കൊള്ളുമ്പോൾ പി സി റാവു ആയിരുന്നു ആക്ടിംഗ് ഗവർണർ. ആക്ടിംഗ് ഗവർണർ ആ സമയത്ത് ആരായിരുന്നു? പി സി റാവു ആയിരുന്നു ആ സമയത്തെ ആക്ടിംഗ് ഗവർണർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ലാല ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, രമേശ് ചന്ദ്രദത്ത്, ദാദാഭായ് നവറോജി. ഇവരിൽ 4 പേരിൽ ആരെയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്? ആരെയായിരിക്കും? ആൻസർ കിട്ടിയോ? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആയ ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ബാലഗംഗാധര തിലക് നിർണായക പങ്ക് വഹിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ബാലഗംഗാധര തിലക് നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് തിലക്. എന്താണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനം ആക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് തിലക്. തീവ്ര ദേശീയവാദ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവായിരുന്നു ബാലഗംഗാധര തിലക്. അദ്ദേഹം 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ജനിച്ചത്. തീവ്ര ദേശീയവാദ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവായിരുന്നു ബാലഗംഗാധര തിലക്. അദ്ദേഹം 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ജനിച്ചത്. തിലകിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ. അങ്ങനെ 1880 പൂനെയിൽ അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ പൂനെയിൽ അദ്ദേഹം 1880 സ്ഥാപിച്ചു. ഈ വിദ്യാലയമാണ് പിന്നീട് ഫർഗൂസർ കോളേജായി ഉയർന്നത്. ഏത് സ്കൂളാണ്? ന്യൂ ഇംഗ്ലീഷ് സ്കൂളാണ്. ആരാണ് സ്ഥാപിച്ചത്? ബാലഗംഗാധര തിലകാണ്. എവിടെയാണത്? പൂനെയിലാണ്. എന്നായിരുന്നു സ്ഥാപിച്ചത്? 1880. തിലകും സുഹൃത്തായ അഗാർക്കറും ചേർന്ന് 2 പത്രങ്ങൾ സ്ഥാപിച്ചു. ഇതൊന്ന് നോട്ട് ചെയ്യുക. തിലകും സുഹൃത്തായ അഗാർക്കറും ചേർന്ന് 2 പത്രങ്ങളാണ് സ്ഥാപിച്ചത്. ഒന്നെന്ന് പറയുന്നത് മറാത്തി ഭാഷയിലുള്ള കേസരിയും, രണ്ടെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള മറാത്തെ. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോരുത്. മറാത്തി ഭാഷയിലുള്ളത് കേസരിയാണ്, അല്ലാതെ മറാത്ത അല്ല.
മറാത്തി ഭാഷയിലുള്ളത് കേസരിയും ഇംഗ്ലീഷ് ഭാഷയിലുള്ളത് ഏതുമാണ്? മറാത്തയുമാണ്. ദേശീയതയും രാജ്യസ്നേഹവും തൻ്റെ പത്രങ്ങളിലൂടെ തിലക് പ്രസരിപ്പിച്ചു. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. യോഗക്ഷേമ സഭ രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? യോഗക്ഷേമ സഭ രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. മന്നത്ത് പത്മനാഭൻ, വി ഡി ഭട്ടതിരിപ്പാട്, വൈകുണ്ഠസ്വാമികൾ, ഭാഗ്ഭടാനന്ദൻ. ആരാണ് യോഗക്ഷേമ സഭ രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ബി ആണ്, വി ഡി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകിയത്. 1908 ജനുവരി 31 ആലുവയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. 1908 ജനുവരി 31 ആലുവയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയാണിത് രൂപം കൊണ്ടത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു സഭയുടെ ആപ്തവാക്യം. സഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ആദ്യ പ്രസിഡന്റ്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. വി ഡി ഭട്ടതിരിപ്പാട് സഭയുടെ പ്രധാന അംഗമായിരുന്നു. വി ഡി ഭട്ടതിരിപ്പാട് സഭയുടെ പ്രധാന അംഗമായിരുന്നു. മംഗളോദയമാണ് മുഖപത്രം. മംഗളോദയമാണ് മുഖപത്രം. ഇതിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ് ചങ്ങമ്പുഴ. എഡിറ്റർ ആരായിരുന്നു? ചങ്ങമ്പുഴ. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടും. മുഖപത്രമായ മംഗളോദയത്തിൻ്റെ എഡിറ്റർ ആരായിരുന്നു? ചങ്ങമ്പുഴയുമായിരുന്നു. സഭയുടെ 22ാം വാർഷിക സമ്മേളനത്തിലാണ് വി ഡി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയത്. സഭയുടെ 22ാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അരങ്ങേറിയത്. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1905 ഓഗസ്റ്റ് 8, 1905 ഓഗസ്റ്റ് 7, 1905 ഒക്ടോബർ 8, 1905 ഒക്ടോബർ 7. ഇതിലേത് വർഷമാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? ഏതാണ് ഓപ്ഷൻ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. 1905 ബംഗാൾ വിഭജനം നടന്നത്. ആ സമയത്ത് പ്രധാന സമരരീതി എന്തായിരുന്നു? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. സമരത്തിൻ്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമരരീതിയെ സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നതാണ് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം. എന്താണ്? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നതായിരുന്നു. സ്വദേശി സമരകാലത്ത് നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ എന്നിവയൊക്കെ ആരംഭിച്ചു. എന്തൊക്കെയാണ് ആരംഭിച്ചത്? സ്വദേശി സമരകാലത്ത് നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ എന്നിവയൊക്കെ ആരംഭിച്ചു. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റാൻഡേർഡ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. ആരാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത്? പ്രഫുല്ല ചന്ദ്ര റേ ആണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ചത്. അതുപോലെ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടതും സ്വദേശി സമരകാലത്താണ്. മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയും തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുമെല്ലാം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ താങ്ക് യു.